നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിർവഹിക്കും. സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ 10% മുതൽ 50% വരെ വിലക്കുറവിൽ വിൽപ്പന നടത്തും. ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബോളയെ കണ്ടുവെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് ADGPയെ കൂടിക്കാഴ്ചയ്ക്കായി പറഞ്ഞയച്ചതെന്നും 1 മണിക്കൂർ ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്നും ഇതിന് തെളിവായി CCTV ദൃശ്യങ്ങളുണ്ടെന്നും സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ RSS ജനറൽ സെക്രട്ടറിയെ ADGP അജിത് കുമാർ കണ്ടുവെന്ന വിഷയം പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ADGPയുടെ ചുമതല മാറ്റത്തിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെപ്റ്റംബർ 9 മുൻപ് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപകർപ്പുകൾ റിപ്പോർട്ടിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ, ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ, ഇതിലെ കേസുകൾ എന്നിവയാണ് കോടതിക്ക് കൈമാറുക. വയനാട് മുൻ MPയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി തൻ്റെ 1 മാസത്തെ ശമ്പളം വയനാടിൻ്റെ ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. 2,30,000 രൂപയാണ് കോൺഗ്രസിൻ്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ സംഭാവന ചെയ്തത്. ഏറെ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന അവിടുത്തെ ജനങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കാൻ നമുക്ക് ഒരുമിച്ച് സഹായിക്കാമെന്നും രാഹുൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ച മലയാളി പൈലറ്റ് വിപിൻ ബാബുവിന് അന്ത്യാഞ്ജലി. മൃതദേഹം മാവേലിക്കര കണ്ടിയൂരിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത്. കള്ളന്മാർക്ക് കഞ്ഞിവെച്ച മുഖ്യമന്ത്രിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. 2016 പൂരത്തിൻ്റെ രക്ഷകനായി വന്ന സുനിൽകുമാർ 2024 പൂരത്തിൻ്റെ അന്തകനായി എത്തിയെന്ന് BJP നേതാവ് ഗോപാലകൃഷ്ണൻ. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ മുഖ്യ സൂത്രധാരൻ VS സുനിൽകുമാറും പോലീസുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. പൂരം കലക്കിയതിൽ ഹൈക്കോടതിയിലും സർക്കാരിനും പരാതി നൽകിയത് താനാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വ തലത്തിൽ ആലോചന. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തിലുള്ളതാണെന്ന് വിലയിരുത്തൽ. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ച നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് AKG സെന്ററിന് മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട് PV അൻവർ പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി തന്നെയാണ് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയത്. സംസ്ഥാനത്തെ പോലീസിൽ സർക്കാർ വിരുദ്ധ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചുവെന്നും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരമാണെന്നും PV അൻവർ പറഞ്ഞു. തന്നെ എലിയായി വ്യാഖ്യാനിക്കുന്നവരുണ്ടെന്നും എന്നാൽ എലി മോശക്കാരനല്ലെന്നും വീട്ടിലൊരു എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്നും MLA ചോദിച്ചു. PV അൻവർ MLAയെ പിന്തുണച്ച് വീണ്ടും KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അൻവർ പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ എന്നും ഒരിറ്റു ദയ അറിയിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടുമെന്നും കാക്കിയുടെ മറവിൽ തടിതപ്പാമെന്ന മോഹത്തിന് അന്ത്യം കുറിക്കപ്പെട്ടുവെന്നും ജലീൽ പറഞ്ഞു. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടുമെന്നും ഉപ്പു തിന്നവരെ വെള്ളം കുടിപ്പിച്ചേ അടങ്ങുമെന്നും ചാവേറുകളാവാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്ക് അടക്കി നിർത്താനാവില്ലെന്നും അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ വ്യക്തമാക്കി. തനിക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ഭയക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞു. ആർക്കും എന്തു ആരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് SFI സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടെന്നും ശശി പറഞ്ഞു. തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ലെന്നും സർവാധികാരി മനോഭാവം തനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നതാണ് PV അൻവറിൻ്റെ പരാതിയിലെ പ്രധാന ആരോപണം. മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്തു വന്നു. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം.
ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്ന് പറഞ്ഞ പിണറായിക്ക് അജിത്തിനെയും സുജിത്തിനെയും ഭയമാണ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. അജിത് കുമാറിനെയും സുജിത് ദാസിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു. അരമന രഹസ്യങ്ങൾ പുറത്തു പറയുമെന്ന ഭീഷണിയാകും സംരക്ഷിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. താഴെത്തട്ടിൽ പാർട്ടി ദുർബലമാണെന്ന് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. നേതൃശേഷിയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്നും വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നും അടക്കമുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചു. നിലവിൽ ഭൂരിഭാഗവും ശരാശരി നിലവാരം മാത്രമുള്ളവരാണെന്നും രാഷ്ട്രീയ ധാരണയുള്ള മുഴുവൻ സമയ നേതൃത്വമാണ് ബ്രാഞ്ച് തലത്തിൽ വേണ്ടതെന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. PV അൻവർ MLA പരാതി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്നും വസ്തുനിഷ്ഠമായി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തുമെന്നും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഏതൊക്കെ ആരോപണങ്ങൾ ഏത് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്ന കാര്യവും DGP തീരുമാനിക്കും. ആലത്തൂരിൽ അഭിഭാഷകനോട് SI മോശമായി പെരുമാറി എന്ന പരാതിയിൽ ആരോപണ വിധേയനായ SI VR റിനീഷിനെ ശിക്ഷിച്ച് ഹൈക്കോടതി. 2 മാസത്തെ തടവിനാണ് SI റിനീഷിനെതിരെ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ശിക്ഷ വിധിച്ചത്. പിന്നാലെ 1 വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ബംഗാളി നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത്. രഞ്ജിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുന്നതിനാലാണ് നടപടി. ലഹരിപ്പാർട്ടി നടത്തുന്നുവെന്ന തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണത്തിൽ നടി റീമ കല്ലിങ്കൽ, സംവിധായകൻ ആഷിഖ് അബു എന്നിവർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. യുവമോർച്ച നൽകിയ പരാതിയിലാണ് നടപടി. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാകും നിർണായക ഉത്തരവ് പുറപ്പെടുവിക്കുക. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.